നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലെത്തിയതോടെ കണ്ണൂർ, വിയ്യൂർ സെൻട്രൽ ജയിലുകളിലും മാറ്റത്തിന്റെ കേളികൊട്ട് ഉയരുന്നു. ഇത്രയും കാലം CPM-ന് മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്ന കണ്ണൂരിലെ പ്രോസിക്യൂഷനും മാറി. നിലവിലുള്ള പ്രോസിക്യൂഷനെ പിണറായി സർക്കാർ നിയമിച്ചതാണെങ്കിലും ഇവർ കളം മാറ്റി. കഴിഞ്ഞ 10 കൊല്ലം സംസ്ഥാനത്തുടനീളം നിറഞ്ഞു നിന്ന ചുവന്ന ദുർഗന്ധത്തിനാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിലെ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് CPM-ന്റെ കണ്ണൂർ മേഖലയിലെ തകർച്ചയ്ക്ക് ഒന്നാന്തരം ഉദാഹരണമാണ്. കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതികളുടെ നീക്കമാണ് കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിലൂടെ പൊളിഞ്ഞത്. ഇതോടെ ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടി പോലീസ് ആരംഭിച്ചു. കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ തില്ലങ്കേരി എല്ലാം തുറന്നു പറയും. അതോടെ CPM നേതാക്കൾക്ക് ഉറക്കം പോകും. തില്ലങ്കേരി ഉൾപ്പെടെ 17 പേർ ജയിലിൽ പോകുമ്പോൾ CPM സഖാക്കൾ വിറയ്ക്കുന്നു. ഈ മാസം 18 മുതൽ ഷുഹൈബ് വധക്കേസ് വിചാരണ നടക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റവരും ഷുഹൈബിന്റെ സുഹൃത്തുക്കളുമായ 2 പ്രധാന സാക്ഷികളുടെ വിസ്താരം പ്രോസിക്യൂഷൻ പൂർത്തിയാക്കി. പ്രതികളെ ഇവർ തിരിച്ചറിഞ്ഞു. എന്നാൽ പ്രതികളുടെ അഭിഭാഷകർ ക്രോസ് വിസ്താരത്തിന് തയ്യാറായില്ല. ഇന്നലെ കോടതിയിൽ ഹാജരായ പ്രതികളുടെ അഭിഭാഷകരായ സുനിൽ മഹേശ്വരൻ പിള്ള, NR ഷാനവാസ് എന്നിവർ ക്രോസ് വിസ്താരം നടത്തുന്നില്ലെന്നും കോടതിയെ അറിയിച്ചു. 1 മുതൽ 3 വരെ പ്രതികളുടെ അഭിഭാഷകരായ PV ഹരി കോടതിയിൽ എത്തിയില്ലെങ്കിലും ക്രോസ് വിസ്താരത്തിനില്ലെന്ന് കോടതിയെ അറിയിച്ചു. കേസ് നിലവിലെ കോടതിയിൽ നിന്ന് മാറ്റുന്നതിന്റെ ഭാഗമായാണ് ക്രോസ് വിസ്താരം നടത്തുന്നതിൽ നിന്ന് അഭിഭാഷകർ വിട്ടുനിന്നത്. അഭിഭാഷകരുടെ തീരുമാനം തന്നെയാണോ പ്രതികൾക്കുമെന്ന് കോടതി ചോദിച്ചപ്പോൾ അതെ എന്ന് പ്രതികൾ മറുപടി നൽകി. അതേസമയം പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോടതി ഇവരുടെ ജാമ്യം റദ്ദാക്കാൻ റിമാൻഡ് ചെയ്യാൻ ഉത്തരവിടുകയായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വാദം തുടരട്ടെ എന്നും കോടതി അറിയിച്ചു. 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി കെ ജോസാണ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. പ്രോസിക്യൂഷന്റെ നിലപാട് മാറ്റം എല്ലാവരെയും ഞെട്ടിച്ചു. പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിൽ ഉൾപ്പെടെ അലംഭാവം കാണിച്ച് ഏറെ വിവാദം സൃഷ്ടിച്ച കേസാണിത്. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേസ് വിചാരണ തുടങ്ങിയത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് LDF സർക്കാർ വഴിവിട്ട നീക്കം നടത്തിയതും വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറി എന്ന തട്ടുകടയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോൾ മാരകായുധങ്ങളുമായി സംഘടിച്ചെത്തിയ CPM പ്രവർത്തകർ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അക്രമം തടയാൻ ശ്രമിക്കവേ ഷുഹൈബിന്റെ സുഹൃത്തുക്കളായ നൌഷാദ്, റിയാസ് എന്നിവർക്കും പരിക്കേറ്റിരുന്നു. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ K. പത്മനാഭൻ ഹാജരായി. ആകാശ് തില്ലങ്കേരി, റജിൽ രാജെ, A. നിതിൻ, CS ദീപ്ചന്ദ്, TK അസ്കർ എന്നിവരാണ് 1 മുതൽ 5 വരെ പ്രതികൾ. സാജ് നിവാസിൽ K. ബൈജു തില്ലങ്കേരി, ആലയാട് പുതിയപുരയിൽ PP അൻവർ സാദത്ത്, പാലയോട് മുട്ടിൽ K. അഖിൽ, തെരൂർ സാജിൽ നിവാസിൽ K. സഞ്ജയ്, രജത് നിവാസിൽ K. രജത്, എളമ്പാറ കമ്മാനം കാട്ടൂർ ഹൗസിൽ KV സംഗീത്, മട്ടന്നൂർ കിളിയങ്ങാട് മേറ്റടി പുതിയ വീട്ടിൽ PK അഭിനാഷ്, എടയന്നൂർ പാലയോട് തെരൂർ കുട്ടിക്കുന്ന് നിലാവിൽ ശ്രീ നിജിൽ, എളമ്പാറ അഭിനന്ദന ഹൗസിൽ KP പ്രശാന്ത്, പാലയോട് തെരുവൂർ AP സിനീഷ്, മുട്ടിൽ ഹൗസിൽ AK സുബിൻ, മുഴക്കുന്ന് ഗ്രാമം കേളോത്ത് ഹൗസിൽ V പ്രജിത്ത് എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ. ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളെയും റിമാൻഡ് ചെയ്യാനുള്ള കോടതിയുടെ അപ്രതീക്ഷിത ഉത്തരവിൽ പ്രതിഭാഗം ഞെട്ടി. നിലവിലെ കോടതിയിൽ നിന്ന് വിചാരണ മാറ്റുന്നതിനായുള്ള നീക്കം നടത്തുന്നതിനിടെയാണ് പ്രതികളായ 17 പേരെയും റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത്. പ്രതികളെ സംരക്ഷിക്കുന്നതിന് പലവിധ സഹായവും LDF സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. വർഷങ്ങളോളം നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് വിചാരണ തുടങ്ങിയത്. വിചാരണ സമയത്തും കേസ് നീട്ടിക്കൊണ്ടുപോകാനുള്ള പ്രതിഭാഗത്തിന്റെ നീക്കത്തിനാണ് കോടതി തടയിട്ടത്. വിചാരണ സമയത്ത് 17 പ്രതികളും കോടതിയിൽ ഹാജരായിരുന്നു. വിചാരണയ്ക്ക് ഹാജരാകാതെ വരുന്ന ഘട്ടങ്ങളിലാണ് പ്രതികളെ റിമാൻഡ് ചെയ്യാൻ കോടതി ഉത്തരവിടാറ്. എന്നാൽ വിചാരണ സുഗമമായി പൂർത്തിയാക്കുന്നതിന് പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള വിവേചന അധികാരം കോടതിക്കുണ്ടെന്ന് നിയമവിദഗ്ധർ പറഞ്ഞു. കോടതി വിധി സ്വാഗതാർഹമാണെന്ന് കേസിൽ ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഹാജരായ വാദിഭാഗം അഭിഭാഷകനായ TA ജസ്റ്റിൻ പറഞ്ഞു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ K. പത്മനാഭനൊപ്പമാണ് ജസ്റ്റിൻ പ്രവർത്തിക്കുന്നത്. സുഗമമായും സമയബന്ധിതമായി കേസ് നടത്തുന്നതിനാണ് പ്രതികളെ റിമാൻഡ് ചെയ്തതെന്നും ജസ്റ്റിൻ പറഞ്ഞു. ക്രോസ് വിസ്താരം ചെയ്യാൻ പ്രതിഭാഗം അഭിഭാഷകർ തയ്യാറായില്ല. വിസ്താരം മാറ്റിക്കൊടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഭാഗം വിചാരണ കോടതിയിൽ ഹർജി നൽകി. എന്നാൽ കോടതി അത് അനുവദിച്ചില്ല. പ്രിൻസിപ്പൽ ജില്ലാ കോടതിയിലും ഹർജി നൽകിയിട്ടുണ്ട്. സാക്ഷികളെ വിസ്താരം ചെയ്യുന്ന രീതിയെ ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. ചോദ്യോത്തര രീതിയിൽ വേണം സാക്ഷി വിസ്താരം എന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം.
ആവശ്യം. എന്നാൽ അങ്ങനെ വേണമെന്ന് നിയമത്തിൽ എവിടെയും പറയുന്നില്ല. സാക്ഷികൾക്ക് കണ്ടതും മനസ്സിലാക്കിയതുമായ കാര്യങ്ങൾ അവരുടെ രീതിയിൽ കോടതിയിൽ പറയാം. കേസ് നീട്ടിക്കൊണ്ടു പോവുക എന്നതായിരുന്നു ലക്ഷ്യം. 2 സാക്ഷികളുടെ വിസ്താരം കഴിഞ്ഞപ്പോൾ തന്നെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പായി. ക്രോസ് വിസ്താരം ചെയ്യാതെ വന്നതോടെ കോടതിയുടെ പ്രവർത്തനം സുഗമമായി നടക്കില്ലെന്ന് തോന്നിയതിനാലാകാം റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. പ്രതികൾക്ക് ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും. ജൂലൈ 10 വരെ തുടർച്ചയായി കേസ് വാദം കേൾക്കാനാണ് ഉത്തരവ്. കേസ് എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവുണ്ടെന്നും ജസ്റ്റിൻ പറഞ്ഞു. കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്നും ഷുഹൈബിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫർസീൻ മജീദ് പ്രതികരിച്ചു. എടയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന KSU-SFI സംഘർഷത്തിന്റെ തുടർച്ചയായി CITUകാരുമായി സംഘർഷമുണ്ടായി. ഞാനും ഷുഹൈബും ഉൾപ്പെടെയുള്ളവർ ജയിലിലായി. 2018 ജാനുവരി 12-നാണ് ജയിലിൽ പോയത്. ജാനുവരി 25-ന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി. 1 മാസം കഴിഞ്ഞപ്പോൾ ഷുഹൈബ് കൊല്ലപ്പെട്ടു. ഷുഹൈബ് രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ജനങ്ങൾക്കിടയിൽ നിറഞ്ഞു നിന്ന ആളായിരുന്നു. CPM-ന് ഭാവിയിൽ ഭീഷണിയാകുമെന്ന് തോന്നിയതിനാലാകാം ഷുഹൈബിനെ ഇല്ലാതാക്കിയത്. പ്രതികളെ CPM തള്ളിപ്പറഞ്ഞെങ്കിലും എല്ലാ സഹായങ്ങളും ചെയ്തു നൽകി. ഇന്നും പ്രതികൾക്ക് വേണ്ടി CPM നേതാക്കൾ കോടതിയിലെത്തി. ശിക്ഷ ഉറപ്പായതോടെ കേസ് പിൻവലിച്ചു നീട്ടാനാണ് ശ്രമിച്ചത്. അങ്ങനെ പുറത്തിറങ്ങി നടക്കാമെന്ന് അവർ കരുതി. റിമാൻഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്നാൽ കോടതി നിർണായകമായ തീരുമാനമെടുത്തുവെന്നും ഫർസീൻ പറഞ്ഞു. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 പേരെയാണ് റിമാൻഡ് ചെയ്യാൻ തലശ്ശേരി 3ാം അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി റൂബി K. ജോസ് ഉത്തരവിട്ടത്. 2018 ഫെബ്രുവരി 18 രാത്രി 10:30 മട്ടന്നൂർ കീഴൂർ തെരുവിലെ ഉറിയെന്ന തട്ടുകടയിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇരിക്കുമ്പോഴാണ് CPM പ്രവർത്തകർ ഷുഹൈബിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിയൂരിലെയും കണ്ണൂരിലെയും ജയിലുകളിൽ നടക്കുന്നതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. CPM ഗുണ്ടകളാണ് ഇവിടെ ഭരണം. ഭരിച്ച പാർട്ടിക്ക് വേണ്ടി ഇവർ കൊട്ടേഷൻ ഏറ്റെടുത്ത് നിർവഹിക്കുന്നവരായതുകൊണ്ട് ഇവരെ തൊടാൻ എല്ലാവർക്കും ഭയമാണ്. ജയിലുകളിൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിക്ക് ജയിലിൽ VIP പരിഗണന നൽകണമെന്ന് ഉത്തരവ് ലംഘിച്ച ജയിൽ ഉദ്യോഗസ്ഥർക്ക് CPM പണി കൊടുത്തു. ജയിൽ ഉദ്യോഗസ്ഥൻ ആകാശ് തില്ലങ്കേരി കണക്കിന് നൽകിയിട്ടും ആകാശിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇടത് സർക്കാർ സ്വീകരിച്ചത്. CPM പ്രവർത്തകർ പ്രതികളായി കഴിയുന്ന ജയിലുകളുടെ സുരക്ഷ CPM വിശ്വാസികളെ തന്നെ ഏൽപ്പിക്കണമെന്ന രഹസ്യ നിർദ്ദേശം CPM സംസ്ഥാന കമ്മിറ്റി സർക്കാരിന് നൽകിയിരുന്നു. ആകാശ് തില്ലങ്കേരി ജയിലറെ മർദ്ദിച്ച വിവരം മാധ്യമങ്ങൾക്ക് ജയിലിൽ നിന്നാണ് ചോർന്നു കിട്ടിയത്. അടികിട്ടിയ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വരുത്തി തീർക്കാനും ശ്രമമുണ്ടായി. ഇതിന്റെ ഭാഗമായാണ് ആകാശ് തില്ലങ്കേരിയെ മറ്റൊരു ജയിലിലേക്ക് മാറ്റിയത്. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ആകാശ് തില്ലങ്കേരിയെ മാറ്റിയത്. അതീവ സുരക്ഷാ ജയിലിലെ പ്രത്യേക സെല്ലിലേക്കാണ് മാറ്റിയത്. അസിസ്റ്റന്റ് ജയിലറെ തല്ലിയതിന് പിന്നാലെയാണ് ജയിൽ മാറ്റം. ഫോൺ ഉപയോഗിച്ചെന്ന സംശയത്തെ തുടർന്ന് ആകാശിനെ ചോദ്യം ചെയ്തിരുന്നു. സെല്ലിന്റെ ഒരു ഭാഗം തുണി മറച്ചത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴായിരുന്നു മർദ്ദനം. സംഭവത്തിൽ ആകാശിനെതിരെ വിയൂർ പോലീസ് ജാമ്യമില്ലാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. എന്നാൽ തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്നാണ് അന്നത്തെ സർക്കാർ നിർദ്ദേശം നൽകിയത്. വിയൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് ജയിലർ രാഹുലിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തെ തുടർന്ന് രാഹുൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. ആകാശ് തില്ലങ്കേരിക്കെതിരെ വിയൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുമെന്ന് വിയൂർ പോലീസ് അറിയിച്ചിരുന്നു. കാപ്പ തടവുകാരനാണ് ഷുഹൈബ് വധക്കേസ് പ്രതിയായ ആകാശ് തില്ലങ്കേരി. 2018 ഫെബ്രുവരി 12-നാണ് രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടർച്ചയായുണ്ടായ ആക്രമണത്തിൽ ഷുഹൈബ് കൊല്ലപ്പെട്ടത്. ബോംബെറിഞ്ഞ് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമായിരുന്നു ആക്രമണം. ഷുഹൈബിനെയും കൂടെയുള്ളവരെയും ആശുപത്രിയിൽ എത്തിക്കുന്നതും ആക്രമികൾ വൈകിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതിന് മുമ്പ് രക്തം വാർന്നായിരുന്നു ഷുഹൈബിന്റെ മരണം. കേസിൽ പ്രതികളായ ആകാശ് തില്ലങ്കേരിയെയും ദീപ്ചന്ദിനെയും പിന്നീട് CPM നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ ആകാശിന്റെ സംരക്ഷണം പാർട്ടി ഏറ്റെടുത്തിരുന്നു. ആകാശ് തില്ലങ്കേരിയെ പാർപ്പിച്ചിരുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷാ ബ്ലോക്കിലായിരുന്നു. ഏറ്റവും സുരക്ഷയുള്ള 10ാം ബ്ലോക്കിലാണ് ആകാശിനെ കൂട്ടാളി ജിജോയെ പാർപ്പിച്ചത്. ഈ ബ്ലോക്കിൽ ഉള്ളതിൽ ഭൂരിഭാഗവും ഗുണ്ട ആക്ട് പ്രകാരം അറസ്റ്റിലായവരാണ്. ആകാശ് തില്ലങ്കേരിക്കും ജിജോ തില്ലങ്കേരിക്കും പ്രത്യേകം നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. കണ്ണൂരായിരുന്നു ഇവർക്ക് സേഫ് സോൺ. ജയിലിലായതിനു പിന്നാലെ ആകാശ് തില്ലങ്കേരി കാർ വിൽപ്പനയ്ക്ക് വെച്ചു. രാവിലെ 8 മണിയോടെയാണ് ഫേസ്ബുക്കിൽ കാർ വിലയ്ക്ക് വെച്ചതിന്റെ പരസ്യമെത്തി. 2011 മോഡൽ ഇന്നോവ കാറാണ് വിൽപ്പനയ്ക്ക് വെച്ചത്. 7 ലക്ഷം രൂപയ്ക്കാണ് കാർ വിറ്റത്. ഫേസ്ബുക്കിലെ കാർ വിൽപ്പന ഗ്രൂപ്പിലാണ് വാഹനം വിൽപ്പനയ്ക്കെന്ന് അറിയിപ്പ് വന്നത്. ജയിലിലായി 3 മണിക്കൂറിന് ശേഷമാണ് ആകാശിന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും വിൽപ്പന പരസ്യം ചെയ്തുള്ള പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. സാമ്പത്തിക
സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് വണ്ടി വിൽപ്പനയ്ക്ക് വെച്ചതെന്നാണ് ആകാശിന്റെ അച്ഛൻ വഞ്ഞേരി രവീന്ദ്രൻ പറയുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ പേരിലല്ല വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആകാശ് തില്ലങ്കേരിയും കൂട്ടാളി ജിജോ തില്ലങ്കേരിയും കാപ്പ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ആകാശും ജിജോയും സ്ഥിരം കുറ്റവാളിയാണെന്ന പോലീസ് റിപ്പോർട്ട് ജില്ലാ കലക്ടർ അംഗീകരിച്ചു. ആകാശിനെതിരെ 2 കൊലപാതക കേസ് അടക്കം 14 ക്രിമിനൽ കേസുകളുണ്ട്. ജിജോ തില്ലങ്കേരിക്കെതിരെ 23 കേസുകളാണുള്ളത്. ഷുഹൈബ് വധം പാർട്ടി ആഹ്വാന പ്രകാരം താൻ നടത്തിയതാണെന്ന തരത്തിൽ ആകാശ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതോടെ CPM ആകാശിനെതിരെ തിരിഞ്ഞിരുന്നു. എന്നാൽ രഹസ്യധാരണ തുടർന്നു. ഇടയ്ക്ക് ആകാശ് തില്ലങ്കേരി BJPയുമായി അടുപ്പം പുലർത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. P ജയരാജന്റെ പിന്തുണ ആകാശിനുണ്ടെന്നും CPM ഔദ്യോഗിക വിഭാഗം സംശയിച്ചു. ആകാശ് BJPയിൽ എത്തിയാൽ TP ചന്ദ്രശേഖരൻ കേസിൽ ഉൾപ്പെടെ പുനരന്വേഷണം വരുമെന്നും CPMന് അറിയാം. ആകാശിനെ കളത്തിലിറക്കി കേരള CPMന് ഇല്ലാതാക്കാനുള്ള കളികൾ ഡൽഹിയിൽ നടന്നിരുന്നു, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഡൽഹിയിൽ ആകാശിന്റെ FB പോസ്റ്റ് എത്തിച്ചാൽ CPM നേതൃത്വം നൽകിയ എല്ലാ കൊലപാതകങ്ങളും അന്വേഷിക്കാൻ സാധ്യതയുണ്ടെന്ന് പിണറായിക്ക് അറിയാം. എങ്കിൽ പല നേതാക്കളുടെ കാലഘട്ടം അവസാനിക്കും. ആകാശിനെ ഭയന്ന് CPM തില്ലങ്കേരിയിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരുന്നു. ആകാശിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണങ്ങൾ വന്നതിന് പിന്നാലെയാണ് പൊതുയോഗം വിളിച്ചത്. ആകാശിന്റെ ഫേസ്ബുക്ക് വെളിപ്പെടുത്തലിനെ പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗം പിന്തുണയ്ക്കുന്നു എന്നത് വിഭാഗീയ നീക്കമാണെന്ന് തോന്നലും നേതൃത്വത്തിനുണ്ട്. കണ്ണൂർ CPMന്റെ ഉടയാട് അഴിഞ്ഞു വീഴുകയാണ്. CPMന്റെ പഴയകാല ഗുണ്ടകളും P ജയരാജന്റെ വിശ്വസ്തരുമായ ആകാശ് തില്ലങ്കേരിയും അർജുൻ നായകിയുമാണ് പാർട്ടിക്കെതിരെ കേട്ടാൽ അറയ്ക്കുന്ന കഥകളുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. മുറിവേറ്റ സിംഹമായ P ജയരാജന്റെ സകലമാന പിന്തുണയും ഇവർക്കുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ അർജുൻ നായകിക്കും ആകാശ് തില്ലങ്കേരിക്കുമെതിരായ CPM നീക്കം P ജയരാജനുള്ള മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ പണിയായി CPMലെ ടീം കണ്ണൂർ വ്യാഖ്യാനിക്കുന്നു. P ശശിയുടെ രംഗപ്രവേശനത്തോടെയാണ് കണ്ണൂരിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തർ പരാതിയുമായി രംഗത്തെത്തിയത്. ആകാശും അർജുനും P ജയരാജന്റെ വിശ്വസ്ത അണികളാണ്. ആകാശും അർജുനും CPMനോട് കലിപ്പ് തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളായി. ഏതായാലും സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ചില നേതാക്കളുടെ ബന്ധം പാർട്ടിക്ക് കളങ്കമാണെന്ന് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ വിമർശനം P ജയരാജനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതായിരുന്നു. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ചില നേതാക്കൾക്കുള്ള ബന്ധം പാർട്ടിക്ക് കളങ്കമായെന്ന് CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. മുൻ പാർട്ടി പ്രവർത്തകരായ അർജുൻ നായകി, ആകാശ് തില്ലങ്കേരി എന്നിവർ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ആരോപണങ്ങളിൽ ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് CPM പ്രാദേശിക നേതാക്കളാണെന്ന് നേരത്തെ വിമർശനം ഉയർന്നിരുന്നു. കൊട്ടേഷൻ ബന്ധം തുടരുന്നതിനാൽ കൂത്തുപറമ്പ് മേഖലയിൽ ചിലർക്കെതിരെ നേരത്തെ പാർട്ടി നടപടിയെടുത്ത കാര്യം പ്രവർത്തന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 4 കൊല്ലത്തിനിടെ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ ജില്ലയിൽ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനമുയർന്നത്. PJ ആർമിയുടെ അമരക്കാരനായിരുന്നു അർജുൻ നായകിയും ആകാശ് തില്ലങ്കേരിയും. ഇവർ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിൽ ഉൾപ്പെട്ടതോടെയാണ് P ജയരാജൻ വീണ്ടും വിവാദ പുരുഷനായത്. ഇവർക്ക് ജയരാജനുമായുള്ള അടുപ്പമായിരുന്നു വിവാദത്തിന് കാരണം. ജയരാജൻ ഇവരെ തള്ളിപ്പറഞ്ഞുവെങ്കിലും മാധ്യമങ്ങൾ അതിന് പിന്നാലെ പോയി വിവാദങ്ങൾ ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ താക്കീതിന് വഴിവെച്ചതും ഈ വിവാദമായിരുന്നു. ജയരാജനെ പാർട്ടിയിൽ പിടിവിട്ടതോടെയാണ് ആകാശും അർജുനും CPMനെതിരെ തിരിഞ്ഞത്. CPMന്റെ വഴിവിട്ട പോക്കിനെതിരെ കണ്ണൂരിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. പിണറായി വീഴുന്നത് കാത്തിരിക്കുകയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം. പിണറായിക്കും പണി കിട്ടുമെന്ന പാർട്ടിയിലെ ഒരു വിഭാഗത്തിനറിയാം. അതിനുവേണ്ടിയാണ് പാർട്ടി കാത്തിരിക്കുന്നത്.